Goodbye, everybody. കുടിക്കുമ്പോ തനിച്ചിരുന്ന് കുടിക്കണമെന്നാ മിലിറ്ററി അയ്യപ്പൻ നായർ പറഞ്ഞത്. ആളുകളെ അങ്ങ് ഒഴിവാക്കാനാ ഇപ്പൊ പൊട്ടിയ വെടി. മോനെ ആദ്യം ഒരു കട്ടൻ ചായയുടെ കൂടെ ഒരു ലൈം പീസും. എവിടെ ഓണർ ഗുരുഷു? കാർത്തിക ഒരു മറ്റേ പണി കാണിക്കല്ലേ? ഞാൻ പണിയാൻ തുടങ്ങുന്നതേ ഉള്ളടാ വടുവ റാസ്കൽ. നിന്റെ ആ കൺസീൽഡ് ടെൻഡർ എനിക്കങ്ങ് ബോധിച്ചു. എടാ പട്ടി പുരുഷു, താങ്ങുന്നത് കാർത്തികേയനിട്ടാണെന്ന് നീ ഓർത്തില്ലേ? അതോ നീ എത്രയ്ക്കങ്ങ് വലുതായ? ചെയ്യിച്ചതാ ശേഖരൻ മുതലാളി. ഞാൻ ബിനാമിയാ. പുരയുടെ അയാളുടെ പേർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. ആ ഉണ്ണേ, നീ ആ ദുബായ് കളി കളിച്ചില്ലേ ചന്ദ്രദാസന്റെ കൂട്ടുപിടിച്ച്? 10 ലക്ഷമാ ഞാൻ കുരുപ്പോക്കായത്. അതിങ്ങി തരണം. തരും, തന്നിരിക്കും. അമ്മയാണേ തരൂ. പുറത്തൊരു എസ് ക്ലാസ് ബെൻസ് കിടക്കുന്നത് ആർക്കുള്ളത്? എന്റെതാ. അതിന്റെ കീ ഞാൻ ഡ്രൈവറുടെ വാങ്ങിച്ച്. അതിന് ഇവന്റെ ഇരിക്കട്ടെ, പണം കൊടുക്കുമ്പോ ഇവൻ തിരിച്ചു തരും. മതി. എന്നാ ഞങ്ങള് ചരിക്കട്ടോ? ആയിക്കോ. വാ. അരി വറക്കല്ലേ? എന്താ എന്താ ഇതിനകത്ത് കാര്യം? ഇതിനകത്ത് എന്റെ അമ്മായിയമ്മയുടെ 22 സദ്യ ഉണ്ടാവുന്ന വഴിവറ പന്നപ്പും. അവനെ ഇങ്ങ് വിട്. ഞാൻ അവനെ കണ്ടിരുന്നു, മണിയമ്പറ പുരുഷോത്തമനെ. ഓ, എന്താ അയാൾക്ക് വിശേഷം? വിശേഷം ഉണ്ടാക്കി കൊടുക്കാനാ പോയത്. പക്ഷെ അവൻ പറഞ്ഞു അവനെ കൊണ്ട് നിങ്ങൾ വേഷം കെട്ടിച്ചതാണ്. ആണോ? ഇനി നിനക്കെന്താ അറിയേണ്ടത്? ചോദിക്കേ. നമ്പ്യാരെ, അതെനിക്ക് തിരിച്ചു തന്നേക്ക്. മംഗലശ്ശേരി, നിങ്ങൾ പറയുന്നതാണ് വില. ഒരു നാഴി മണ്ണിന് 1 ലക്ഷം ഞാൻ തരും. നിന്റെ കയ്യിൽ പണമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് മുഴുവനും ഇട്ട് നീ തുലാഭാരം തൂക്കിയാലും മുണ്ടയ്ക്കൽ ശേഖരൻ കാൽവെച്ച് തട്ടുയരില്ല. മംഗലശ്ശേരി അത് ഞാൻ പൊളിക്കും. അതിന്റെ അസ്ഥിവാരം നിരത്തി ഞാൻ കുഴി കക്കൂസ് കുത്തും. എന്നിട്ട് നാട്ടുകാരെ വിളിച്ച് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് കാര്യം സാധിക്കാൻ പറയും. എന്നിട്ട് നിങ്ങളും കുടുംബവും കൂടെ തലയെ ചുമന്നുകൊണ്ട് പോകുമായിരിക്കും. അമ്മാതിരി തറപ്പണിക്ക് നിങ്ങൾക്ക് വേറെ സ്ഥലം കിട്ടും. ഇതൊഴിവാക്ക്. എന്റെ അമ്മ അടക്കം ചെയ്ത മണ്ണാണത്. ഓ, അങ്ങനെയൊന്നുണ്ടോ? എങ്കിൽ ആ അസ്ഥിമാടമായിരിക്കും ആദ്യം ഞാൻ കുത്തിപ്പൊളിച്ച് കളയാൻ പോകുന്നത്. ഇല്ല നമ്പ്യാരെ, അതിനായി നിങ്ങൾ ഈ ബാലൻസ് നിൽക്കുന്ന കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം. കോടിയങ്ങ് ചെല്ലും മുണ്ടക്കൽ ബംഗ്ലാവിലേക്ക്. ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല, അതൊരു രോഗലക്ഷണമാണ്. ചിന്തിക്ക്. എന്നിട്ട് എനിക്കൊരു മറുപടി താ. ഇനിയും എന്റെ മുന്നിൽ നീ ഇതും പറഞ്ഞു വന്നാൽ പണ്ട് കുഞ്ഞനന്തനെ കൊന്ന തോക്ക് ഞാൻ എടുക്കും. തോക്കെടുത്തോ, പക്ഷെ തോക്കാൻ വേണ്ടിയാകരുതെന്ന് മാത്രം. ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊക്കി എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. കടകടകടകടാന്ന് 1ഉം 2ഉം അല്ല, കുറെ ഉണ്ട്. പല സൈസിൽ പല രീതിയിൽ പെടക്കുന്നത് എന്റെ കയ്യിൽ. കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം കാക്കും. പിന്നെ നമ്പ്യാര് വിവരം അറിയും. നീ പോടാ ചെക്ക. ഞാൻ പോകുന്നു. പക്ഷെ ഈ നാക്കുകൊണ്ട് തന്നെ കാർത്തികേയ മോനെ എന്ന് വിളിച്ച് കരയുന്ന ഒരു ദിവസം വരും. അതൊഴിവാക്കാൻ ചിന്തിക്കേ. ഇനി കാണുമ്പോ നിന്റെ മീശ പിരിച്ചിങ്ങനെ മുകളിലോട്ട് വെക്കരുത്. അങ്ങനെ കണ്ടാൽ സീ വിടുവേ. പുരിജിതാ മോനെ, ആ പച്ചട്ടിയില് അരി വറക്കരുത്. ഞാൻ നാളെ പോകുന്നു. ഒരു 10 ഡേയ്സ് മെഡിക്കൽ ക്യാമ്പ്. അകമലയിലെ ആദിവാസി കോളനിയില്. ഞങ്ങളൊരു 15 മെമ്പേഴ്സിന്റെ ഗ്രൂപ്പ്. കൂടുന്നോ? ഞാനെന്തിനാ വരുന്നത്? ആദിവാസികളല്ലെങ്കിലും പാവപ്പെട്ട സർക്കാർ ആശുപത്രി രോഗികളുടെ കൂടെയല്ലേ ഞാൻ. ഈ സർവീസൊക്കെ ധാരാളം. നിന്റെ കല്യാണം ഇനി എടുത്തില്ലേ? ഇനി എത്ര ദിവസമുണ്ട്? 2 ആഴ്ച കഷ്ടിച്ച്. അത് തന്നെ ഈ ക്യാമ്പിന്റെ ത്രില്ലും. ഇനി ഇങ്ങനെയൊക്കെ എപ്പോഴാ? ആരാ? കണ്ടോ? സുഹൃത്തായിക്ക് ഗസ്റ്റ് ഉണ്ടല്ലോ. അവളെന്നെ പേഴ്സണലായിട്ട് കല്യാണം വിളിക്കാൻ വന്നതാ. അത് ശരി, നമ്മളെ ഒന്നും ക്ഷണിക്കുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാ വേറെ ആരെയും കാണുന്നില്ലല്ലോ. ഓ, ജോക്ക് ജോക്ക് ജോക്ക്. തമാശ പറയുന്ന ഡോക്ടർ ആദ്യമായിട്ടാണ് ആ സൈസ്. ആണോ? അല്ലേ സൂര്യ, ഞാൻ ഇറങ്ങുന്നു. ഞാൻ വന്നോണ്ടാണോ ഈ ഇറങ്ങിപ്പോക്ക്? ഞാൻ അങ്ങനെ പച്ചയ്ക്ക് മനുഷ്യരെ തിന്നാറില്ല.
ഞാൻ അങ്ങനെ പച്ചയ്ക്ക് തിന്നാനിരുന്ന് കൊടുക്കാറുമില്ല. എന്നാ സ്വയം പൊഴിഞ്ഞൊരു പ്ലേറ്റ് കയറി ഞാൻ വന്ന് ട്രൈ ചെയ്യാം. അയ്യോ കണ്ടു, രണ്ടുപേരും തുടങ്ങി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ അസുഖം? അഭിനയമല്ലേ സുഹ്റ, സത്യത്തിൽ പ്രേമമല്ലേ, അതിതീവ്ര അനുരാഗം. അത് ഉള്ളിൽ നിറഞ്ഞിട്ട് പുറത്തേക്ക് ഒഴുകുന്നത് ഈ ഫോമിലാണെന്ന് മാത്രം. ഇവളുടെ ഉഡ്ബി പോലീസ് പറഞ്ഞിട്ടാണ് അറിയുന്നത് ഇവൾക്ക് എന്നോട് ഭയങ്കര ലപ്പായിരുന്നു. സത്യം തന്നെ ജാൻകി. സുന്ദരിയാണ് കേട്ടോ, നല്ല ബെസ്റ്റ് ഫേസ്, പിന്നെ എല്ലാം കൊള്ളാം. മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോകുന്നവളോട് കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണം. നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി മറ്റൊരുത്തിന്റെ ഭാര്യയാവാൻ പോവാൻ? ശ്രീനിവാസനോട് അവളങ്ങനെ പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു. അവക്ക് സങ്കടം ഉണ്ടാവും. സത്യത്തിൽ നിങ്ങളായിരുന്നു തമ്മിൽ ചേരേണ്ടത്. എന്തിന്? ഇതെന്തോന്നൊരു ഹിന്ദി സിനിമയുടെ കഥ. അമരീഷ് പുരിയുടെ മോള്, അമരീഷ് പുരിയുടെ മോളെ അനുപം ഖേറിന്റെ മോൻ കയറി പ്രേമിക്കുക. ഒടുവിൽ കുറെ മെലോ സീൻസും തൂത്തുവാരിട്ടടിയും പിന്നെ കല്യാണവും പിന്നെ ശുഭം എന്നെഴുതിയ ലാസ്റ്റ് കാർഡും. അവളുടെ തന്തയുടെ ക്ലൈമാക്സ് എന്റെ കൈ കൊണ്ടാകുമോ എന്ന ഡൗട്ടിലാണ് ഞാൻ. മതി, ഞാനില്ല. പണ്ടത്തെ ജാനകി അറിയാവുന്നോണ്ട് പറഞ്ഞതാ. അവൾ വളരെ നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി. ഇഷ്ടാണോ സത്യായിട്ട്? പിന്നെ ചില ഇഷ്ടങ്ങൾ അങ്ങനെ ഹൃദയത്തിന്റെ നെല്ലിപ്പടിക്കടി. നെല്ലിപ്പടി, നെല്ലിക്കോട് ഭാസ്കരനല്ല, അവിടെ മൂടിക്കിടക്കട്ടെ. സ്വഭാവരി ഗിരിഗിരി. കരയില്ലേ കരയില്ലേ, ഇത് കഴിഞ്ഞില്ലേ? ഒരു ഉറുമ്പ് കടിച്ച വേദനയല്ലേ ഉള്ളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. വല്യമലയിൽ താമസിക്കുന്ന കൂടുതൽ തമിഴ് ജാതികളാ, ആദിവാസികള്. അവറ്റ ചാട്ടക്കടിച്ച് തെളിച്ചാലും ക്യാമ്പിലേക്ക് വരില്ല. മരുന്നല്ല, മന്ത്രവാദം അവറ്റയുടെ രീതി. ഞാൻ വരാം ഡോക്ടർ. ശരി. Sister, you ask him to take this tablet for 2 days. Yeah, let's see, no? Yeah. Hi. Hi. ഡോക്ടർ ജാനകി അമ്മ. ഞാനാണ്. അമ്മ ഒരു നിമിഷം. യാ, പറയൂ, എന്താ കാര്യം? അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ഒരു മുഖ്യமான വിഷയം. പറഞ്ഞോളൂ. അമ്മ എന്റെ കൂടെ ഒരു ഇടം വരെ ഒന്ന് വരണം. പേഷ്യന്റിനെ കാണാനാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയൂ. ആംബുലൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിലെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാം. അമ്മ ക്ഷമിക്കണം, ഇത് പേഷ്യന്റ് വിഷയമല്ല, കിഡ്നാപ്പിംഗ് ആണ്. വാട്ട്? കിഡ്നാപ്പ്. സത്തമുണ്ടാക്കരുത്. ആരാ നിങ്ങള്? വഴിയേ പറയാം. സത്തമുണ്ടാക്കിയാൽ തോക്ക് വെടിക്കും. പ്ലീസ് കോപ്പറേറ്റ്. കയ്യിൽ വലതുമെടുക്കാനുണ്ടോ? എടുത്തോ. ഇതാണോ? പിടിക്കാൻ. നടക്ക്. நாங்க வந்து வீரப்பனோட ஆள்கார் அனங்கியால் சுட்டு கொன்னுடுவேன். எல்லாம் மாறு. கிட்ட வந்தா சுட்டு கொன்னுடுவேன். இந்த டாக்டர் அம்மாவை நாங்க கிட்னாப் பண்ணியாச்சு. கிட்னாப். അകമല, അവരെത്ര പേരുണ്ട്? 4 പേര്. ആ, യെസ് യെസ്, ഐ എം കമ്മിങ്. അവൻ നീലന്റെ മോൻ. അവനെ അത് ചെയ്യുള്ളൂ. അത് അറിയാഞ്ഞിട്ടല്ല അങ്കിൾ. പിന്നെ എന്താണോ നോക്കി നിൽക്കണേ? അവനെ എങ്ങ് അറസ്റ്റ് ചെയ്യരുതോ? പാടില്ല. നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത് പുറത്താരെയോ അറിയിക്കാതിരിക്കാനാണ്. ഒരു അറസ്റ്റ് നടന്നാൽ പത്രക്കാർ വെറുതെ ഇരിക്കില്ല.
മാറ്റിക്കും ബന്ധുക്കളും നാട്ടുകാരും എല്ലാരും കൂടെ ചേർന്ന് ന്യൂസ് ലീക്ക് ചെയ്യാതെയുള്ള ഒരു അന്വേഷണം അതേ ഇപ്പൊ പറ്റുള്ളൂ. കല്യാണം ഉറപ്പിച്ച കുട്ടിയാ അതിന് ഞാൻ ഓനെ അവൾക്ക് ആപത്തൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം. വിശ്വസിച്ചേ പറ്റൂ. അവന്റെ പുറകിൽ തന്നെ ഉണ്ട് ഞാനും എന്റെ ഡിപ്പാർട്ട്മെന്റും.